ഇപ്പോഴ് നമ്മൾ കാണുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ പ്രദേശമായ ഹക്കിംപൂരില് പണ്ട് കർഷക സമരം നടന്നപ്പോൾ ഡൽഹി അതിർത്തി കണ്ടതുപോലെ സമാനമായൊരു സാഹചര്യമാണ്. വലിയ ജനക്കൂട്ടം കെട്ടും പാണ്ഡവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതായത് ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന, ഇന്ത്യ രാജ്യത്ത് താമസിച്ചിരുന്ന ബംഗാളികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശികളെല്ലാം നാട് കടന്നോടുന്നതിനായിട്ട് കാത്തു നിൽക്കുന്നു. ഇവരൊക്കെ ഇതുവരെ ബംഗ്ലാദേശികളായിരുന്നു. ഇന്ത്യയിലെ ബംഗാളികൾ എന്നുള്ള പേരിലാണ് കഴിഞ്ഞിരുന്നത്. കേരളത്തിലും ഉണ്ടായിരുന്നു കേട്ടോ, കേരളത്തിലും ധാരാളമായി ഉണ്ടായിരുന്നു. ഏതാണ്ട് 25-30 ലക്ഷം പേരോളം വരുന്ന അതിഥി തൊഴിലാളികൾ നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളായിരുന്നു. അതിന്റെ നമ്മുടെ അറിയാനുണ്ട്, നമ്മുടെ ഫാക്ടറികളിലും നമ്മുടെ പറഞ്ഞില്ലേ ഹോട്ടലുകളിലും ഒക്കെ അതിന്റെ അറിയാനുമുണ്ട്. ഇവരെല്ലാം എല്ലാവരും സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇപ്പൊ ഹക്കിംപൂർ ബോർഡറിലാണ്. നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ബോർഡർ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ചാനലുകളും ഒക്കെ കാണിക്കുന്നുണ്ട്, വിഷ്വൽ കാണിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ആണും പെണ്ണും കുട്ടികളും എല്ലാവരും ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ബോർഡർ കടക്കുന്നതിന് കാത്ത് നിൽക്കുകയാണ്. കാരണം ഏത് സമയത്തും കടന്ന് സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോഴ് പശ്ചിമ ബംഗാൾ സർക്കാർ കൃത്യമായിട്ട് സമയം വെച്ചിട്ടുണ്ടല്ലേ, കേന്ദ്ര ഗവൺമെന്റും വെച്ചിട്ടുണ്ട്. ഇത് പിടിച്ചെടുക്കുക, ഇന്ത്യക്കകത്ത് കഴിയുന്ന ഈ അനധികൃതരെ, മറ്റ് നാട്ടുകാരെ കണ്ടെത്തുക. ഇവർ മാത്രമല്ല, ഈ പഴയ ബർമയിൽ നിന്ന് വന്നിരിക്കുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളുമുണ്ട്, അവരുമുണ്ട് ഇതിനകത്ത്. ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്ന വാണിംഗ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇന്ത്യ കടന്നു പോയിക്കൊള്ളുക.